ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, ഒപ്പം ആവശ്യം കൂടിയാണ്. അതൊരു ഗവൺമെൻറ് ജോലിയാണെങ്കിലോ പലപ്പോഴും നമുക്ക് മുന്നിൽ ക്വാളിഫിക്കേഷൻ ഒരു വില്ലനായിട്ട് നിൽക്കാറുണ്ട്. എന്നാൽ 10ാം ക്ലാസ് പാസ്സായ ഏതൊരാൾക്കും നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം നോക്കി അപ്ലൈ ചെയ്യാവുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് GDS. ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെൻറ്റ് 2024 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 44,228 വാക്കൻസീസാണ് ഓൾ ഇന്ത്യ വന്നിട്ടുള്ളത്. അതിൽ കേരളത്തിൽ 2,433 വാക്കൻസീസ് വന്നിട്ടുണ്ട്. കേരളത്തിൽ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുന്നതിൽ ജനറൽ 1,326, OBC 551, SC ST 190+44. അപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. കേരളത്തിലെ പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികകളിലോട്ടാണ് നിയമനം നടക്കുന്നത്. സാലറി 29,800 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ട്. കേരളത്തിലെ പോസ്റ്റ് മാസ്റ്റർ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നീ തസ്തികകളിലോട്ടാണ് നിയമനം നടക്കുന്നത്. സാലറി 29,800 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ എങ്ങനെയാണ് സിമ്പിളായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ GDS എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്പൺ ആകുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ ഒട്ടുമിക്ക സ്റ്റേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്പണായി വരുന്ന പേജിൽ ഫസ്റ്റ് തന്നെ നമ്മളോട് മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്, അതുപോലെ തന്നെ ഇമെയിൽ ID. അപ്പോൾ രണ്ടും തെറ്റാതെ കൊടുക്കുക. നമുക്ക് OTP വരുന്നുണ്ട്, വാലിഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും കൊടുക്കുക. തൊട്ട് താഴെ SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അതേപോലെ പേര് കൊടുക്കുക. നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം കൊടുക്കാനാണ്. അപ്പോൾ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം വരുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയറും ഡേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വരുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ജെൻഡർ, അപ്പോൾ നിങ്ങളുടെ ജെൻഡർ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാസ്റ്റ് അല്ല നമ്മളോട് ചോദിക്കുന്നത്, കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ OBC കാറ്റഗറി ആണെങ്കിൽ അത് കൊടുക്കാം, UR ആണോ EWS ആണോ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സർക്കിൾ ഇൻ വിച്ച് സെക്കൻഡറി സ്കൂൾ പാസ്ഡ്, അപ്പോൾ നമ്മുടെ സർക്കിൾ കേരള എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഇയർ ഓഫ് പാസിംഗ് ആണ്, അപ്പോൾ നമ്മൾ SSLC പാസ്സായിട്ടുള്ള ആ ഒരു വർഷം SSLC ബുക്ക് ചെക്ക് ചെയ്തിട്ട് അത് നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ ക്യാപ്ചയാണ്, അപ്പോൾ ക്യാപ്ച നമ്മൾ തെറ്റാതെ അതും കൊടുക്കുക. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ മുകളിലായിട്ട് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തതിൻ്റെ നേരെ വാലിഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. തൊട്ട് താഴെ വാലിഡേറ്റ് മെയിൽ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ടും മെയിലിലോട്ടും ഓരോ OTP വരും. OTP തെറ്റാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ എൻഡിലായിട്ട്, ആ ഒരു പേജിൻ്റെ എൻഡിലായിട്ട് സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും, കംപ്ലീറ്റ് അല്ല ഇനിയുണ്ട്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആളാണോ, അപ്പോൾ yes or no കൊടുക്കുക. ദെൻ നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ച ലാംഗ്വേജസ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ കാണുന്നത് ഇംഗ്ലീഷ്, മലയാളം, സാൻസ്ക്രിറ്റ്, അങ്ങനെ നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ ആ ലാംഗ്വേജസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളിതിനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും സിഗ്നേച്ചറും അവർ പറഞ്ഞിട്ടുള്ള JPG ഫോർമാറ്റിലും സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 200-230 പിക്സലിൽ. അപ്പോൾ ആ ഒരു സൈസിൽ സെറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങളിതിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആ ഒരു കുഞ്ഞു ബോക്സിൽ നമ്മളൊന്ന് ടിക്ക് ചെയ്യുക, ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, ദെൻ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. കണ്ടിന്യൂ ടു അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. ഇതിൽ സർക്കിൾ കേരള എന്ന് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അഗെയിൻ നമുക്കൊരു OTP വന്നിട്ടുണ്ടാവും, ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്യാപ്ച കോഡ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ഈ ഒരു പേജിൽ നമ്മൾ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടുപേര്, സ്ട്രീറ്റ്, നിങ്ങളുടെ വില്ലേജ്, തൊട്ട് താഴെ ഡിസ്ട്രിക്റ്റ് കൊടുത്താൽ മതി. പിൻകോഡ് കൊടുക്കുക. ദെൻ നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ സെലക്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ CBSE ആണെങ്കിൽ CBSE സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് ആണെങ്കിൽ കേരള SSLC ഫ്രം 2013 എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യാം. സെൽ ടൈപ്പ് ഗ്രേഡ് എന്ന് സെലക്ട് ചെയ്യുക. ഓരോന്നിൻ്റെ നേരെയും നമുക്ക് കിട്ടിയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് സബ്ജക്റ്റിൻ്റെ നേരെ അതാത് വിഷയത്തിൽ കിട്ടിയിട്ടുള്ള ഗ്രേഡ് കറക്റ്റായിട്ട് കൊടുക്കുക.
ഈ ഒരു പേജിൽ ഡിവിഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഡിവിഷൻ അവിടെ. അപ്പോൾ നമ്മൾ കൊടുത്ത ജില്ലയിലെ ഏതാണോ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന സ്ഥലം ആ ഒരു ഡിവിഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ എനിക്ക് അടുത്ത് വരുന്നത് ഒറ്റപ്പാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റപ്പാലം എന്ന് സെലക്ട് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒറ്റപ്പാലത്ത് വരുന്ന പോസ്റ്റ് ഓഫീസുകളാണ്. നമ്മുടെ അടുത്ത് വരുന്ന പോസ്റ്റ് ഓഫീസാണ് ഇതെല്ലാം ഈ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത് വരുന്ന, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വരുന്ന സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രയോറിറ്റി, അതായത് ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പറിൽ നമ്മൾ അതിനെ ഓർഡർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും അടുത്ത്, അതായത് നിങ്ങൾ ഏത് സ്ഥലമാണോ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടെ 1 എന്ന് കൊടുക്കുക. ദെൻ നിങ്ങൾ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്തിട്ട് അവിടെയാണ് നിങ്ങൾക്ക് രണ്ടാമത് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ 2 എന്ന് കൊടുക്കുക. ലാസ്റ്റ് നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കുക. ആ കുഞ്ഞു ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്യുക. ദെൻ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഫൈനലി നമുക്ക് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ സ്ത്രീകൾക്കും SC ST കാറ്റഗറിയിലുള്ളവർക്കൊക്കെ പേയ്മെൻറ്റ് ഇല്ല. പുരുഷന്മാർക്ക് 100 രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒരു ജോലി നോക്കുന്നവരാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പറയുമ്പോൾ ഒരുപാട് തോന്നുന്നെങ്കിലും ചെയ്യുമ്പോൾ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്യുന്നതിൽ വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, ഇതുപോലെയുള്ള ഓൾ കേരള വാക്കൻസീസ്, ഗൾഫ് വാക്കൻസീസ്, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, പാർട്ട് ടൈം, ഫുൾ ടൈം, വർക്ക് അറ്റ് ഹോം ജോബ്സ് അറിയുന്നതിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.